ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നാം ചിന്തിച്ചു വരികയായിരുന്നു, ധ്യാനിച്ചു വരികയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഗന്നേസരത്ത് തടാകത്തിൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നു. ജനം യേശുവിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് തിരുവചനം കേൾക്കുവാൻ യേശുവിൻ്റെ ചുറ്റും വന്ന് കൂടിയിരിക്കുന്നു. പക്ഷേ ജനത്തിലേക്കല്ല യേശു നോക്കുന്നത്, അപ്പുറം മാറി കിടക്കുന്ന 2 പടകിലേക്ക് യേശു നോക്കുന്നു. നാം അത് ചിന്തിച്ചതാണ്. വ്യക്തിപരമായി നമ്മെ നോക്കുന്ന യേശു. വലിയ ജനക്കൂട്ടമുണ്ട്. ജനക്കൂട്ടത്തേക്കാൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്ക് യേശുവിൻ്റെ അരികിലേക്ക് വരുന്നവരെയാണ് കർത്താവ് നോക്കുന്നത്. വലിയ ജനക്കൂട്ടം കാണും വലിയ കൺവെൻഷനുകളിൽ. പക്ഷെ കർത്താവ് നോക്കുന്നത് തനിക്ക് വേണ്ടി ആരൊക്കെയാണ് ജീവിതം വേർതിരിക്കുന്നത്, അവരെ തന്നെ ഉറ്റുനോക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. ആ 2 പടകിലേക്ക് യേശുവിൻ്റെ കണ്ണുടക്കി. ആ പടകിലുള്ളവർ അവർ മീൻപിടിക്കാരായിരുന്നു. പക്ഷേ അവരുടെ മുഖത്തെ ഭാവഭേദങ്ങളിലേക്ക് നോക്കിയാൽ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തതുപോലെ അവർ നിൽക്കുകയാണ്. വല കഴുകുകയാണ്. വലയൊക്കെ കഴുകി വെച്ച് ഇന്നത്തെ മീൻപിടുത്തവും നിർത്തി പോകാമെന്ന് എല്ലാ പ്രതീക്ഷകളും അറ്റിരിക്കുന്ന 2 വ്യക്തികൾ. എന്നാൽ പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന കർത്താവായ യേശുക്രിസ്തു ആ പടകിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ആ പടകിലേക്ക് കാലെടുത്ത് വെച്ചു. എന്തൊരു അത്ഭുതം! അത്യുന്നതനായ ദൈവം പടകിൽ കാലെടുത്ത് വെച്ചു. ഞാൻ പറയട്ടെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം അത് നാം പറയുന്ന ലോക അത്ഭുതങ്ങളോ മറ്റൊന്നുമല്ല. ജെയിംസ് ഇർവിൻ എന്ന് പറഞ്ഞ ആ ദൈവഭക്തനായ മനുഷ്യൻ, അദ്ദേഹം ചന്ദ്രനിൽ കാൽകുത്തി. അദ്ദേഹം ബൈബിൾ എടുത്ത് വായിച്ചു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രമെന്ന് അദ്ദേഹം 8-ാം സങ്കീർത്തനം എടുത്ത് വായിച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഞാൻ വായിച്ചതാണ്: ഞാൻ ചന്ദ്രനിൽ കാൽ കുത്തിയതല്ല ഏറ്റവും വലിയ അത്ഭുതം. പിന്നെ എന്താണാവോ? ഒരു മനുഷ്യൻ ചന്ദ്രനിൽ കാൽ കുത്തുന്ന ഒരു അത്ഭുതം തന്നെയല്ലേ? തീർച്ചയായും. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ചന്ദ്രനിൽ കാൽ കുത്തിയതല്ല ഏറ്റവും വലിയ അത്ഭുതം, ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ കർത്താവായ യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്ന് കാൽ കുത്തിയതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന്. അതേ പ്രിയരെ, യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ അത്ഭുതവും. നിസ്സാരരായ മനുഷ്യരിൽ അത്യുന്നതനായ ദൈവം വന്ന് പാർക്കുക, ആ മനുഷ്യനെ സ്നേഹിക്കുക, ആ മനുഷ്യനെ നിയന്ത്രിക്കുക. ഇതൊരു കേട്ടുകേൾവി ആയിട്ട് നാം കേട്ടാൽ പോരാ, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കത് അനുഭവിക്കാം. യേശു നയിക്കുന്ന ജീവിതം, യേശു നിയന്ത്രിക്കുന്ന ജീവിതം. ഹല്ലേലൂയ! ഈ ഭാഗ്യപദവിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടോ പ്രിയരെ? നിങ്ങൾക്കും അനുഭവിക്കാം. അതിന് മറ്റൊന്നും ചെയ്യണ്ട. ജീവിതം കർത്താവിന് കൊടുത്താൽ മതി. ഇനിയുള്ള കാലം ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് നിങ്ങളൊരു തീരുമാനമെടുത്താൽ നിങ്ങളുടെ ജീവിതപ്പടകിലും യേശു വരും. യേശു പടകിൽ വന്നാൽ യേശു അടങ്ങിയിരിക്കുകയില്ല. യേശുവിടെ പ്രവർത്തനം ആരംഭിക്കും. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം അത് വ്യാപിക്കും. സ്തോത്രം. ആ ശീമോൻ പത്രോസിനുള്ളതായ പടകിൽ യേശു കാൽ ചവിട്ടി നിന്നു. യേശു സംസാരിക്കാൻ തുടങ്ങി ജനത്തോട്. അതേ, തനിക്ക് വേണ്ടി ജീവിതം വേർതിരിച്ച തൻ്റെ മക്കളിൽ നിന്നുകൊണ്ട് ജനത്തോട് സംസാരിക്കാൻ യേശുവിന് ആഗ്രഹമുണ്ട്. ഈ ഒരു സത്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ പ്രിയരെ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. മകനെ, പ്രിയ മകളെ, പ്രിയ യൗവനക്കാര, പ്രിയ സഹോദര, യേശുക്രിസ്തു എന്നെ മാടി വിളിക്കുന്നു. കൊയ്ത്ത് വളരെ ഉണ്ട്, അത് സത്യമായ ഒരു കാര്യമാണ്. പക്ഷെ വേലക്കാർ ചുരുക്കമാണ്. നാം നമ്മുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ഈ ജീവിതപ്പടകിൽ യേശു കാലൂന്നി നിന്നിട്ട് യേശു ജനത്തോട് സംസാരിക്കും, ജനത്തെ ആശ്വസിപ്പിക്കും,
ജനത്തെ സൗഖ്യമാക്കും. അതേ ഇന്നും യേശു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്ക് വേണ്ടി ജീവിതം വേർതിരിച്ച തൻ്റെ മക്കളിലൂടെ, തനിക്ക് വേണ്ടി കരങ്ങൾ വിട്ടുകൊടുത്ത ദൈവമക്കളുടെ കരത്തിലൂടെ യേശു പ്രവർത്തിക്കുന്നു. തനിക്ക് വേണ്ടി ശബ്ദവും നാവും വിട്ടുകൊടുത്ത ദൈവമക്കളിലൂടെ യേശു സംസാരിക്കുന്നു. തനിക്ക് വേണ്ടി പാദങ്ങൾ വിട്ടുകൊടുത്ത ദൈവമക്കളുടെ പാദങ്ങളിലൂടെ യേശു ചലിക്കുന്നു. ഈ തലമുറയിൽ മാന്യ യുവാവേ, പ്രിയ സഹോദരി, നിൻ്റെ ജീവിതം യേശുവിന് കൊടുക്കാമെങ്കിൽ നിൻ്റെ ജീവിതത്തിലൂടെ യേശു ചലിക്കും, യേശു സംസാരിക്കും, യേശു അനേകരെ ആശ്വസിപ്പിക്കും, യേശു അനേകരുടെ കണ്ണുനീർ തുടയ്ക്കും. സ്തോത്രം. 5-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സംസാരിച്ച് തീർന്ന ശേഷം യേശു പറഞ്ഞു, കരയിൽ നിന്ന് അല്പം നീക്കണം. ശീമോൻ പത്രോസിനെ മറക്കാതെ ശീമോൻ പത്രോസിനും വ്യക്തിപരമായ വചനം യേശു കൊടുക്കുകയാണ്. ഇതെല്ലാം നാം ചിന്തിച്ച കാര്യങ്ങളാണ്. അങ്ങനെ യേശു പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം നാം പലവട്ടം ചിന്തിച്ചു. പക്ഷേ യേശു ജനത്തോട് സംസാരിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ യേശു പടകിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയല്ലേ ചെയ്തത്. ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ശീമോൻ പത്രോസിന് പടക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് യേശു പോവുകയല്ലേ ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തരുവാൻ യേശു ക്രിസ്തു സന്നദ്ധനാണ്. യേശു ശീമോനോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. 4-ാം വാക്യം, സംസാരിച്ച് തീർന്നപ്പോൾ യേശു ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയെന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ ശീമോൻ പൊട്ടിക്കരഞ്ഞു കാണും. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു പൊടിച്ചു മീൻ പോലും കിട്ടാത്തതായ ശീമോൻ്റെ അവസ്ഥയറിഞ്ഞ്, ഇതുവരെയും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് യേശു തിരിച്ചറിഞ്ഞ്, പത്രോസ് പറയാതെ തന്നെ യേശു ശീമോൻ പത്രോസിനോട് പറയുകയാണ്, നിനക്ക് മീൻ കിട്ടിയില്ലല്ലോ, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയെന്ന്. അതേ, നമ്മുടെ അവസ്ഥ അറിയുന്നൊരു യേശുവുണ്ട്. നമ്മെ പുറമെ കാണുമ്പോൾ മനുഷ്യർക്ക് നമ്മുടെ യഥാർത്ഥ അവസ്ഥ അറിയില്ല. നാം ഏതെല്ലാം ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുകയില്ല. പ്രിയരെ, നമ്മുടെ വേദനകളോ നമ്മുടെ സങ്കടങ്ങളോ നാം അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ മറ്റുള്ളവർക്ക് മനസ്സിലാകുകയില്ല. പക്ഷേ യേശുവിനെല്ലാം മനസ്സിലാകും. യൗവനക്കാര, നിൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളും വേദനകളും നിൻ്റെ മാതാപിതാക്കൾക്കോ മറ്റുള്ളവർക്കോ അവർക്കാർക്കും അറിയില്ലായിരിക്കാം. പക്ഷേ യേശുവിനെല്ലാം അറിയാം. യേശു അറിയുക മാത്രമല്ല, യേശുവിൻ്റെ സന്നിധിയിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. യേശു ശീമോൻ പത്രോസിനോട് പറഞ്ഞു, ശീമോനെ, അങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, പക്ഷേ അതിൻ്റെ വ്യംഗ്യഭാഗം അങ്ങനെയാണ്. ശീമോനെ, നീ രാത്രി മുഴുവൻ അധ്വാനിച്ചല്ലോ, നീ ഇതുവരെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ, നീ വലയൊക്കെ കഴുകി നിരാശനായി വീട്ടിലേക്ക് പോകാനല്ലേ നീ താല്പര്യപ്പെട്ടത്. എന്നാൽ നിൻ്റെ പടക് എനിക്ക് വിട്ടു തന്നതുകൊണ്ട് ഞാൻ നിനക്കൊരു നന്മ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതം യേശുവിന് വിട്ടുകൊടുത്താൽ യേശു നമ്മെ മറക്കുകയില്ല. നമ്മുടെ കാര്യം വരുമ്പോൾ യേശു മറന്നു കളയുകയില്ല. നമ്മുടെ മക്കളുടെ കാര്യം വരുമ്പോൾ യേശു മുഖം തിരിക്കുകയില്ല. മാന്യ യുവാവേ, പ്രിയ സഹോദരി, പ്രിയപ്പെട്ട വാർദ്ധക്യത്തിലെത്തിയ പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതം ഒരിക്കലായി എന്നേക്കുമായി നിങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുത്തുവെങ്കിൽ, നിങ്ങളുടെ കാര്യം വരുമ്പോൾ, നിങ്ങളുടെ തലമുറകളുടെ കാര്യം വരുമ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കാര്യം വരുമ്പോൾ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് മുഖമുയർത്തിയാൽ യേശു അത് മനസ്സിലാക്കി യേശു നിങ്ങളെ ഓർക്കും. നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ശീമോൻ പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവേനെന്ന്. ഹല്ലേലൂയ. അതിനൊത്തിരി ആത്മീയ അർത്ഥങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രതിസന്ധികൾ അറിയുന്നൊരു യേശുവുണ്ട്. നാം ഏതിലാണോ പ്രയാസപ്പെടുന്നത്, ചിലർ രോഗത്തിലാണ് വലയുന്നത്, ചിലർ കടബാധ്യതയിൽ വലയുന്നു. ഒത്തിരി പേരുണ്ട്. കടം ഒരു കെണിയാണ്. പിശാച് കൊണ്ട് ചാടിക്കുന്ന ഒരു ട്രാപ്പാണ് കടം. കടക്കെണി എന്ന് പറയും. ആ കടക്കെണിയിൽ വീണാൽ പിന്നെ നിരാശ വരും, പിന്നെ മരിച്ചാൽ മതിയെന്ന് തോന്നും, അപമാന ഭാരം കൊണ്ട് തല കുമ്പിടും, എന്തു വേണ്ടു എന്നോർത്ത്, എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നോർത്ത് ഒരു കയത്തിൽ ചാടുന്ന പോലെയാണ്. കയത്തിൽ ചാടുന്നവർക്കറിയാം, അതിൽ താണു പോകും. ഇതുപോലെയാണ് കടക്കെണി. അതിൽ കൊണ്ട് പിശാച് ചാടിച്ചിടും. എന്നാൽ നിങ്ങൾ കടക്കെണിയിൽപ്പെട്ട് നിരാശപ്പെട്ട് വലയുകയാണോ?
കരകയറാൻ കഴിയാതെ കൈകാലിട്ടടിച്ച് എന്തു വേണ്ടു, ആര് സഹായിക്കും, ആരും സഹായിക്കാനില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണോ? എൻ്റെ പ്രിയരെ, നിങ്ങളെ ഉയർത്താൻ ഒരു യേശുവുണ്ട്. നിങ്ങളെ ഉയർത്താൻ ആണിപ്പെടുന്നുള്ള കരമുണ്ട്. ആ കരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കൂ. ഏത് വലിയ പ്രശ്നമാണെങ്കിലും, ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും യേശുക്രിസ്തു നിങ്ങളെ കരകയറ്റും. നിങ്ങളെ തൻ്റെ ആണിപ്പെടുന്നുള്ള കരം കൊണ്ട് പിടിച്ച് ഉയർത്തും. നിങ്ങളെ അതിൽ നിന്നെല്ലാം കരകയറ്റി നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും തന്ന് നിങ്ങളുടെ ജീവിതം ധന്യമാക്കി തീർക്കും. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. ഹല്ലേലൂയ. പത്രോസ് എന്താണ് ചെയ്തത്? യേശു പറഞ്ഞപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? പത്രോസിന് പ്രതിഫലം കിട്ടിയോ? പത്രോസിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നെല്ലാം വരുന്ന മെസ്സേജിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കൂ. യേശുവേ, എൻ്റെ ജീവിതപ്പടക് ഞാൻ യേശുവിന് വിട്ടു തരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി നിന്ന് യേശുവിന് ജനത്തോട് ഇടപെടുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും സമർപ്പിക്കുന്നു. എനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ ഭവനം, എൻ്റെ വാഹനം, എൻ്റെ വിദ്യാഭ്യാസം എല്ലാം നാഥ അങ്ങയുടെ മഹത്വത്തിനായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് നിങ്ങളിപ്പോൾ തീരുമാനിച്ചാൽ യേശുവിൻ്റെ കരം നിങ്ങളുടെ ശിരസിൽ വരും. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ കടബാധ്യതകൾ മാറും, നിങ്ങളുടെ പാപബന്ധനങ്ങൾ യേശു അഴിക്കും. നിത്യജീവൻ്റെ ഓഹരിയും അവകാശവും കർത്താവ് നിങ്ങൾക്ക് തരും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും നിറപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.